നമ്മുടെ ഫോർത്ത് ഇൻകമാണ് നമ്മുടെ ജനറേഷൻ ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് ഇൻകമിൻ്റെ ഫോർത്ത് ഇൻകമായിട്ട് വരുന്നത് ജനറേഷൻ ഇൻകമാണ്. ഇവിടെ നമുക്ക് 5 ജനറേഷനാണുള്ളത്. 5 ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തലമുറ അല്ലേ? അതായത് എൻ്റെ സ്വന്തം കുഞ്ഞ് എന്തെങ്കിലാണ് എൻ്റെ ഫസ്റ്റ് ജനറേഷൻ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ സ്വന്തം മക്കൾ, അവരുടെ മക്കളാണ് സെക്കൻഡ് ജനറേഷൻ, അതിൻ്റെ മക്കളാണ് തേർഡ് ജനറേഷൻ അല്ലേ, എൻ്റെ തേർഡ് തലമുറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാസ്ക് മന്ത്രയിലും നമുക്ക് ജനറേഷൻ ഉണ്ട്. ഫസ്റ്റ് ജനറേഷന് നമ്മൾ പേരിട്ടേക്കുന്നത് ജനറേഷൻ എക്സ് ആണ്. പിന്നെ ജനറേഷൻ പ്ലസ്, പിന്നെ ജനറേഷൻ പാർ, പ്രോ, എക്സ്ട്രാ, ഇങ്ങനെ 5 ജനറേഷനാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ എന്താണ് നമുക്ക് നോക്കാം. ജനറേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇൻവൈറ്റ് ലിങ്ക് വെച്ച് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ജനറേഷൻ എക്സിലെ ആൾക്കാരെന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് ടാസ്ക് മന്ത്രയിൽ എത്ര പേരെ കൊണ്ടുവരാൻ പറ്റും? അൺലിമിറ്റഡ് ആണ് അല്ലേ. ഒരാൾ വേണമെങ്കിൽ 1, 5 വേണമെങ്കിൽ 5, 10 വേണമെങ്കിൽ 10, 15, 20, 50, 100, 1000 എത്ര പേര് വേണമെങ്കിലും നമുക്ക് ടാസ്ക് മന്ത്രയിൽ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അന്നേരം നമുക്ക് ഒരു കാര്യമുണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഗ്രിഡിൽ, അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഗ്രിഡിൽ എനിക്ക് എത്ര പേരെയാണ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? 5 പേരെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 6ാമത്തെ ആളെ എവിടെ കൊണ്ടിടും? അതിൻ്റെ മേലത്തെ ഗ്രിഡിൽ കൊണ്ടിടാം. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ച് എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ ഈ എത്ര പേര്, ഇപ്പോൾ 5 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 5 പേര്, എൻ്റെ ഈ റെഫറൽ ഇൻകം വെച്ച് 5 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും എൻ്റെ ഫസ്റ്റ് ജനറേഷനിലെ ആൾക്കാരാണ്, അതായത് എൻ്റെ ഫസ്റ്റ് തലമുറയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇതിൽ കൂടെ ഒരു ഇൻകം കിട്ടുന്നത്? അപ്പോൾ ഇതിൽ ജനറേഷൻ എക്സിലെ ആൾക്കാർ എത്ര ഗ്രിഡ് ഇൻകം ഉണ്ടാക്കിയോ, അതിൽ ഓരോരുത്തർ, ഇപ്പോൾ 5 പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 5 പേര് എത്ര ഗ്രിഡ് ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ 5% ആണ് എനിക്ക് ജനറേഷൻ എക്സിൻ്റെ ഇൻകമായിട്ട് കിട്ടുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ കൊണ്ടുവന്ന ആൾക്കാരിൽ ഈ 5 പേരിന് അതിൽ ഒരാൾ ഒരു ഗ്രിഡ് ഇൻകം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 5, നമുക്കറിയാം ഫസ്റ്റ് ലെവലിൽ നമുക്ക് ഗ്രിഡ് ഇൻകം എത്രയാണ് കിട്ടുന്നത്? 40 ആണല്ലേ. 40, പിന്നെ 20, പിന്നെ 16, അങ്ങനെ ഓരോ ലെവലിലാണ്, 11 ലെവൽ വരെ ഉണ്ട്. അതിൽ ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ കിട്ടിയിരിക്കുന്നത് 40 പേരാണ്, 40 രൂപയാണ്. ഇപ്പോൾ ഇവർ കൊണ്ടുവന്നേക്കുന്നത് 5 പേരെയാണ്, അപ്പോൾ 200 ആയി അല്ലേ. അപ്പോൾ ഈ 200 പേരുണ്ട് 5%, ഈ 200 TVയുടെ 5% ആയിട്ടുള്ള ഗ്രിഡ് ഇൻകമിൻ്റെ 5% ആണ് എനിക്ക് ജനറേഷൻ എക്സ് ആയിട്ട് കിട്ടുന്നത്. ഇതുപോലെ തന്നെ ബാക്കി 4 പേരും എത്രയാണോ അവരുടെ ഗ്രിഡ് ഇൻകം കിട്ടിയേക്കുന്നത് അതിൻ്റെ 5% ആയിരിക്കും എനിക്ക് ജനറേഷൻ എക്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ജനറേഷൻ എക്സിൻ്റെ നമുക്ക് കിട്ടണമെങ്കിൽ, ഇൻകം കിട്ടണമെങ്കിൽ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ് ക്രൈറ്റീരിയ? അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് വെച്ച് വരണം, അന്നേരമല്ല നമുക്ക് തലമുറ സ്റ്റാർട്ട് ആവുള്ളൂ. എൻ്റെ ഡയറക്റ്റ് ഇൻവൈറ്റ് ലിങ്ക് വെച്ച് ഒരാളെങ്കിലും വന്നാലല്ല എനിക്ക് എൻ്റെ തലമുറ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ജനറേഷൻ എക്സിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജനറേഷൻ എക്സിലുള്ള ആൾക്കാർ. ഇപ്പോൾ ഈ ജനറേഷൻ എക്സിൽ ഞാൻ 5 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ 5 പേര് എല്ലാവരും വർക്ക് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ 5 പേരും എല്ലാവരും ഇങ്ങനെ ഇൻവൈറ്റ് ലിങ്ക് വെച്ച് കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല അല്ലേ. ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം, ഇൻറ്റിഗ്രേറ്റേഴ്സ് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് വർക്ക് മാത്രം ചെയ്ത് പോകാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതിനൊരു 3 പേര് മാത്രമേ ഇൻറ്റിഗ്രേറ്റർ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 3 പേര് എൻ്റെ എത്ര പേര് കൊണ്ടുവരുന്നുണ്ടോ, ഈ 3 പേരും കൂടെ കൂട്ടി ഒരു 10 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് 10 പേരെല്ലാവരും കൂടെ എൻ്റെ ജനറേഷൻ പ്ലസ് വരുന്ന ആൾക്കാരാണ്. അതായത് എൻ്റെ സെക്കൻഡ് ജനറേഷനിലെ ആൾക്കാരാണ് അല്ലേ. ഫസ്റ്റ് ജനറേഷനിലെ ആൾക്കാരുടെ ഇൻവൈറ്റ് ലിങ്ക് വെച്ച് എത്ര പേര് വരുന്നുണ്ടോ അവരെല്ലാവരും എൻ്റെ ജനറേഷൻ പ്ലസ്സിലെ ആൾക്കാരായിട്ട് വരും, അതായത് സെക്കൻഡ് ജനറേഷനിലെ ആൾക്കാരായിട്ട് വരും. അപ്പോൾ ഈ സെക്കൻഡ് ജനറേഷൻ്റെ ആൾക്കാരായിട്ട് വരുമ്പോൾ എനിക്കെന്താണ് അതിൻ്റെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ എനിക്കെന്താണ് അതിൽ കൂടെ ഒരു ഇൻകം കിട്ടുന്നത്? അതിൻ്റെ ജനറേഷൻ പ്ലസ്സിലുള്ള ആൾക്കാർ, അപ്പോൾ അതായത് ഞാൻ ജനറേഷൻ പ്ലസ്സിൽ എത്ര പേര് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലേ. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവർ ഈ ജനറേഷൻ എക്സിലുള്ള ആൾക്കാർ ഈ 5 പേരിനകത്തിൽ 4 പേരെ വർക്ക് ചെയ്യുന്നുള്ളൂ, ഒരാൾ ഇൻറ്റിഗ്രേറ്ററിൻ്റെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഈ 4 പേരും കൂടി കൂടി ഒരു 15 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ 15 പേര് എൻ്റെ ജനറേഷൻ പ്ലസ്സിലാണ് വരുന്നത്. ജനറേഷൻ പ്ലസ്, അതായത് സെക്കൻഡ് ജനറേഷനായിട്ട് ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഈ 15 പേരുടെയും ഗ്രിഡ് ഇൻകമിൻ്റെ 5% ആയിരിക്കും എനിക്ക് ജനറേഷൻ പ്ലസ് ആയിട്ട് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ
ജനറേഷൻ പ്ലസിൻ്റെ എനിക്ക് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിലും അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ് ക്രൈറ്റീരിയ? അറ്റ്ലീസ്റ്റ് 3 പേരെയെങ്കിലും ഞാൻ ഡയറക്റ്റ് റെഫറലായിട്ട് കൊണ്ടുവന്നിരിക്കണം. എന്നാലേ എനിക്ക് ജനറേഷൻ പ്ലസ്സിലെ ആൾക്കാർ എത്ര പേര് വന്നാലും എനിക്ക് അതിൻ്റെ ഗ്രിഡ് ഇൻകം അതിൻ്റെ ജനറേഷൻ ഇൻകം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അടുത്ത ജനറേഷനാണ് നമ്മുടെ 3rd ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ പാർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറേഷൻ പാർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആരാണ്? ജനറേഷൻ പ്ലസ്സിലുള്ള നമ്മുടെ 2nd ജനറേഷനിലുള്ള ആൾക്കാരുടെ ഇൻവൈറ്റ് ലിങ്ക് വെച്ച് എത്ര പേര് വരുന്നുണ്ടോ അവരെല്ലാവരും നമ്മുടെ എൻ്റെ ജനറേഷൻ പാറായിട്ട് വരും. അതായത് ജനറേഷൻ 3rd ജനറേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിൽ കൂടെ എനിക്ക് എന്താണ് കിട്ടുന്നത്? എനിക്ക് ജനറേഷൻ പാറിലെ എത്ര പേരുണ്ടോ ആ ആൾക്കാരുടെ എല്ലാവരുടെയും വർക്ക് ചെയ്യുന്ന, അതായത് ഇൻറ്റിഗ്രേറ്ററിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇതിനകത്തിൽ എത്ര പേര് കൊണ്ടുവന്നിട്ടുണ്ടോ, എത്ര പേര് അവരവരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെ എനിക്ക് 10% ഗ്രിഡ് ഇൻകമാണ് കിട്ടുന്നത്. അതായത് അവരുടെയൊക്കെ ഗ്രിഡ് എങ്ങനെ ഗ്രോ ആവുന്നുണ്ടോ അതിൻ്റെ അനുസരിച്ചായിരിക്കും എനിക്ക് ഇവിടെ ജനറേഷൻ ഇൻകമിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 10%, അതായത് ഓരോരുത്തരുടെയും 10% ആണ് എനിക്ക് അവരുടെ ഗ്രിഡ് ഇൻകമിൻ്റെ 10% ആണ് എനിക്ക് ജനറേഷൻ ഇൻകമായിട്ട് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് എനിക്ക് ഈ ജനറേഷൻ പവറിലെ ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് 8 പേരെങ്കിലും ഡയറക്റ്റ് റെഫറലായിട്ട് വരണം. എൻ്റെ ഡയറക്റ്റ് ഇൻവൈറ്റ് ലിങ്ക് വെച്ച് 8 പേരെങ്കിലും മിനിമം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് എനിക്ക് ജനറേഷൻ പവറിലെ ഇൻകം എനിക്ക് കിട്ടുള്ളൂ. ഇനിയും നമ്മുടെ 4th ജനറേഷൻ, എൻ്റെ 4th ജനറേഷൻ വരുന്നത് ജനറേഷൻ പ്രോ ആണ്. ഈ ജനറേഷൻ പ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേഷൻ പവറിലെ ആൾക്കാരുടെ ഇൻവൈറ്റ് ലിങ്ക് വെച്ച് വരുന്ന ആൾക്കാരാണ് ജനറേഷൻ പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറേഷൻ പ്രോ എന്ന് പറഞ്ഞാൽ എൻ്റെ 4ാമത്തെ തലമുറയായി. അപ്പോൾ അതിലെനിക്ക് എന്താണ് ബെനിഫിറ്റ്? എനിക്ക് അതിൽ ഈ 4ാമത്തെ തലമുറയിലെ, അതായത് ജനറേഷൻ പ്രോയിലെ ആൾക്കാരുടെ ഗ്രിഡ് ഇൻകം, ഇവയുടെ എത്രയാണോ ഗ്രിഡ് ഇൻകം ഉള്ളത് അതിൻ്റെ ഒരു 10% ആണ് എനിക്ക് ജനറേഷൻ ഇൻകമായിട്ട് കിട്ടുന്നത്, ജനറേഷൻ പ്രോ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഈ ജനറേഷൻ പ്രോ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും, പക്ഷേ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് 15 പേരെങ്കിലും എൻ്റെ ഡയറക്റ്റ് റെഫറലായിട്ട് വന്നിരിക്കണം. എൻ്റെ 15 പേരെങ്കിലും ഡയറക്റ്റ് റെഫറലായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ജനറേഷൻ പ്രോയുടെ ഇൻകം എനിക്ക് കിട്ടുകയുള്ളൂ. ഇനി ജനറേഷൻ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എൻ്റെ 5th ജനറേഷനാണ്. എൻ്റെ 5ാമത്തെ തലമുറയായിട്ട് വരുന്നതാണ് ജനറേഷൻ എക്സ്ട്രാ എന്ന് പറയുന്നത്. ഇപ്പോൾ ജനറേഷൻ എക്സ്ട്രയിൽ എന്താണ് എനിക്ക് കിട്ടുന്നത്? ജനറേഷൻ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ആരാണ് അവർ? അതായത് ജനറേഷൻ പവർ, നമ്മുടെ 4th ജനറേഷനിലുള്ള ആൾക്കാരുടെ ഇൻവൈറ്റ് ലിങ്ക് വെച്ച് വന്ന ആൾക്കാരാണ് ജനറേഷൻ എക്സ്ട്രാ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ എന്ത് ഇൻകം ആയിരിക്കും കിട്ടുന്നത്? എനിക്കതിൽ 20% ഓഫ് ഗ്രിഡ് ഇൻകം. ആരുടെ ഗ്രിഡ് ഇൻകമാണ്? ജനറേഷൻ എക്സ്ട്രയിൽ വരുന്ന ആൾക്കാരുടെ 20% ഓഫ് ഗ്രിഡ് ഇൻകം, അവരുടെ എത്രയാണോ ഗ്രിഡ് ഇൻകം അവരുണ്ടാക്കിയേക്കുന്നത് അതിൻ്റെ 20% എനിക്ക് ജനറേഷൻ എക്സ്ട്രയുടെ ഇൻകമായിട്ട് കയറും, എൻ്റെ ജനറേഷൻ ഇൻകമായിട്ട് കയറും. അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ചുമ്മാ അത് കിട്ടില്ല. എന്താണ് എൻ്റെ ക്രൈറ്റീരിയ? എൻ്റെ 3rd ലെവൽ, എൻ്റെ ടാസ്ക് നിലയിൽ നമുക്ക് 5, 25, 125 അങ്ങനെ ഒരു ലെവൽ ഉണ്ടല്ലേ. ഫസ്റ്റ് ലെവൽ 5 പേരെ കൊണ്ടുവരാൻ പറ്റും, 2ാമത്തെ ലെവലിൽ ഗ്രിഡിലെ ലെവലിൽ 25 പേരെ കൊണ്ടുവരാൻ പറ്റും, പിന്നെ 125 പേര്, പിന്നെ 225, 625 അങ്ങനെ 11 ലെവൽസ് ഓഫ് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 3rd ലെവലായ 125 പേരെ എനിക്ക് ഫില്ല് ചെയ്യണം. അതിപ്പോൾ ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എൻ്റെ സ്പോൺസറോ സൂപ്പർ സ്പോൺസറോ അല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ള എല്ലാവരും കൂടെ കൂടിയായ, ഇത് ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടീം വർക്കായിട്ട് നമുക്ക് എല്ലാവരും കൂടെ കൂടി 125 എന്നുള്ളത് ഗ്രിഡ് ആ ഒരു 3rd ലെവൽ അത് കംപ്ലീറ്റ് ചെയ്താലാണ് എനിക്ക് 5th ജനറേഷൻ്റെ ഇൻകം എനിക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഈ ക്രൈറ്റീരിയയുടെ എല്ലാം ഇവിടെ കാണിക്കണം. ജനറേഷൻ എക്സിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? 5% ഓഫ് ഗ്രിഡ് ഇൻകം ഫ്രം ഡയറക്റ്റ് റെഫറൽ. അതിൽ അറ്റ്ലീസ്റ്റ് 1 പീപ്പിളെങ്കിലും അവിടെ വന്നിരിക്കണം. അതുപോലെ തന്നെ ജനറേഷൻ പ്ലസിനകത്ത് വരുന്നത് 5% ഓഫ് ഗ്രിഡ് ഇൻകം ഓഫ് ജനറേഷൻ പ്ലസ്സിലുള്ള എത്ര പേരാണോ വന്നിട്ടുള്ളത് അവരെല്ലാവരുടെയും 5% ഓഫ് ഗ്രിഡ് ഇൻകം ആണ് എനിക്ക് കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് 3 എങ്കിലും എൻ്റെ ഡയറക്റ്റ് റെഫറലായിട്ട് ഉണ്ടായിരിക്കണം. ജനറേഷൻ പവറിലെ 10% ആണ്, 8 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ജനറേഷൻ പ്രോയിലെ 10% ഓഫ് ഗ്രിഡ് ഇൻകമാണ് കിട്ടുന്നത്, അതിന് 15 പീപ്പിളെങ്കിലും ഉണ്ടായിരിക്കണം. അതിന് ജനറേഷൻ എക്സ്ട്രയിൽ 20% ഓഫ് ഗ്രിഡ് ഇൻകമാണ് എനിക്ക് കിട്ടുന്നത്, അത് ലെവൽ 3 കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇനി
ഈ ജനറേഷൻ ഇൻകം കിട്ടുന്നതിനകത്തിൻ്റെ 1% നമുക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൽ ജനറേഷൻ എക്സിൽ എനിക്ക് എത്ര രൂപ ആണോ എനിക്ക് കിട്ടിയത് അതിൻ്റെ 10%, ഇപ്പോൾ എനിക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടോ അതിന് 10% എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറും. അതുപോലെ തന്നെ ജനറേഷൻ പ്ലസ്സിൽ എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടോ, എത്ര TV കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ 20% എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് പോകും. പവറിൻ്റെ 30%ഉം പ്രോയുടെ 40%ഉം എക്സ്ട്രായുടെ 50%ഉമായിട്ടാണ് എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ടേബിളായിട്ട് നോക്കാം. ജനറേഷൻ എക്സിലെ ആളുകൾ, ഒരാൾ എനിക്ക് കൗണ്ട് ആക്കിയിട്ട് അവരുടെ ഗ്രിഡ് ഇൻകം അവർ ചെയ്തിട്ടുണ്ടല്ലോ 1200 ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ എത്ര രൂപയാണ് കിട്ടുന്നത്? എൻ്റെ 5% ആണ് ഗ്രിഡ് ഇൻകം കിട്ടുന്നത് അല്ലേ. ഗ്രിഡ് ഇൻകമിൻ്റെ 5% ആണ് എനിക്ക് ജനറേഷൻ ഇൻകം ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 1200ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ ഈ 60 മൊത്തം എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ ഈ 60 മൊത്തം എനിക്ക് കിട്ടുമോ? ഇല്ല. അതിൻ്റെ 10% എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറും. അതായത് 60യുടെ 10% എന്ന് പറഞ്ഞാൽ 6 റുപ്പീസ്. ആ 6 റുപ്പീസ് എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറും. ബാക്കി എനിക്ക് 54 റുപ്പീസാണ് എനിക്ക് ജനറേഷൻ ഇൻകം ആയിട്ട് കിട്ടുന്നത്. ഫസ്റ്റ് ജനറേഷൻ എക്സ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ജനറേഷൻ പ്ലസിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നത്, ഒരാൾ 1000 TV ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എനിക്ക് കിട്ടുന്നത്? 5% ആണ് അല്ലേ. അപ്പോൾ 1000ൻ്റെ 5% ദാറ്റ് ഈസ് 50 എനിക്ക് ജനറേഷൻ ഇൻകം ജനറേറ്റ് ആയി. പക്ഷെ അത് മൊത്തം എനിക്ക് കിട്ടില്ല. അതിൻ്റെ 20% എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറും. അതായത് 10 റുപ്പീസ്. അതിൻ്റെ 20 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞാൽ 10 റുപ്പീസ് എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറും. 40 റുപ്പീസ് ബാലൻസ് എനിക്ക് അക്കൗണ്ടിൽ എൻ്റെ ഗ്രിഡ് ഇൻകം ജനറേഷൻ ഇൻകം ആയിട്ട് എനിക്ക് ജനറേറ്റ് ആവും. പിന്നെ പവറിൻ്റെ എക്സാമ്പിൾ എടുത്തേക്കുന്നത് 800 ആണ്. 800ൻ്റെ 10% ആണ്. അതായത് 80 റുപ്പീസ് എനിക്ക് ജനറേഷൻ ഇൻകം ജനറേറ്റ് ആയി. അതിൽ 30% എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് പോകും. എൻ്റെ ബാക്കിയാണ് എനിക്ക് എൻ്റെ ഇൻകമിലോട്ട് ജനറേഷൻ ഇൻകമിലോട്ട് എനിക്ക് ട്രാൻസ്ഫർ ആവുന്നത്. പ്രോയുടെ അതുപോലെ തന്നെ 10% എനിക്ക് ഗ്രിഡ് ഇൻകം കിട്ടി. 10% പ്രോയിലുള്ള ആൾക്കാരുടെ 10% ആണ് എനിക്ക് ജനറേഷൻ ഇൻകം ആയിട്ട് കിട്ടുന്നത്. പക്ഷേങ്കിൽ അത് മൊത്തം എനിക്ക് കിട്ടില്ല. അതിൻ്റെ 40% എനിക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറും. അതിൻ്റെ ബാക്കി എത്ര ആണോ അതാണ് എനിക്ക് എൻ്റെ ജനറേഷൻ ഇൻകം ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ 5th ജനറേഷൻ്റെ 20% ഓഫ് ഗ്രിഡ് ഇൻകം ആണ്. ആ ജനറേഷൻ ഇൻകമിലെ എത്ര പേരാണോ, ജനറേഷൻ എക്സ്ട്രയിലെ എത്ര പേരുണ്ടോ അവരുടെ എല്ലാവരുടെയും 20% എനിക്ക് ജനറേഷൻ ഇൻകം ആയിട്ട് കിട്ടും. പക്ഷെ അത് മൊത്തം എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ എനിക്ക് 50% ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറും. 50% എൻ്റെ ജനറേഷൻ ഇൻകമിലോട്ട് മാറും. ഇങ്ങനെയാണ് നമ്മുടെ ജനറേഷൻ ഇൻകമിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ആ ലെവലിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഡയറക്റ്റ് റെഫറൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ജനറേഷൻ ഇൻകം കിട്ടാൻ വേണ്ടിയുള്ള ഫസ്റ്റ് നമ്മുടെ ഡയറക്റ്റ് റെഫറൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് റെഫറൽ നമുക്കൊന്ന് നോക്കണമെങ്കിൽ ഈ ആക്റ്റീവ് റെഫറൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടോ, അവിടെയാണ് എൻ്റെ ഡയറക്റ്റ് റെഫറലായിട്ട് വരുന്നത്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഡയറക്റ്റ് റെഫറൽ എനിക്ക് എത്ര ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ 9 പേരാണ് എനിക്ക് ഡയറക്റ്റ് റെഫറലായിട്ട് ഇത്രയും വരെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇത് ലെവൽ, നമ്മുടെ 3rd ലെവൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ നമ്മുടെ ജനറേഷനിൽ ഇൻകം കിട്ടാൻ വേണ്ടി. അപ്പോൾ ലെവൽ നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആണ്. സെക്കൻഡ് ലെവൽ 25 പീപ്പിളാണ് വേണ്ടിയത്, പക്ഷേ എനിക്ക് 8 ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ 3rd ലെവലിനകത്തിൽ 8 പേരെ ആയിട്ടുള്ളൂ. 125 കംപ്ലീറ്റ് ആക്കിയാലാണ് എനിക്ക് 5th ജനറേഷൻ്റെ ഇൻകം ഇവിടെ എനിക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ തന്നെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എത്ര ലെവൽ നമുക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കവിടെ നോക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജനറേഷൻ ഇൻകമും ഷോപ്പിംഗ് പോയിന്റും കൂടെ രണ്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ ജനറേഷൻ ഇൻകം എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഓരോ പെർസെൻറ്റ് ഒരു ചെറിയൊരു ശതമാനമാണ് നമുക്ക് ഷോപ്പിംഗ് പോയിന്റിലോട്ട് മാറുന്നത്. അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ജനറേഷൻ ഇൻകം ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ജനറേഷൻ ഇൻകം ആയിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് കിട്ടുന്നത്.